ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവ ജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശം തന്ന ദൈവത്തിൻ്റെ വചനം എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യമാണ്. വിശ്വാസത്താൽ മോശയുടെ ജന്നത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. അനേകരുടെ വിശ്വാസത്തെ കുറിച്ച് അവർ ദൈവത്തിൽ ആഴമായി വിശ്വസിച്ച് പ്രതിസന്ധികളെ ജയിച്ചത് രേഖപ്പെടുത്തി വരുമ്പോൾ ഇവിടെ മോശയുടെ മാതാപിതാക്കളായ അമ്രാമിൻ്റെയും ജോക്കബേദിൻ്റെയും വിശ്വാസത്തെ ഫറവോൻ്റെ നിലവിലുള്ള കൽപ്പനയെ തിരസ്കരിച്ച് അതിനെ ഭയപ്പെടാതിരുന്നത് രേഖപ്പെടുത്തിയിരിക്കുക. മോശയുടെ ജനത്തിങ്കൽ ഫറവോൻ്റെ ഒരു കൽപ്പനയുണ്ടായിരുന്നു. ജനിക്കുന്ന കുഞ്ഞ് ആണാണെങ്കിൽ അതിനെ നൈൽ നദിയിൽ എറിഞ്ഞു കൊന്നുകളയണം. ഈ കഠിനമായ കൽപ്പനയുടെ ഇടയിലാണ് ഈ കുടുംബം ഒരു തീരുമാനമെടുക്കുന്നു. നമ്മൾക്ക് ഒരു തലമുറ വേണമെന്ന് പോലും ചിന്തിക്കുന്ന കാലഘട്ടം. ജനിക്കുന്ന തലമുറയെ അതാണാണെങ്കിൽ നൈൽ നദിയിൽ എറിയണമെന്നുള്ള കഠിനമായ കൽപ്പന നിലനിൽക്കുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമോ ഇല്ലയോ എന്ന് ജനനശേഷമല്ലേ അറിയുള്ളൂ. ഇപ്പോഴത്തെ കാലഘട്ടമല്ല ഞാൻ പറയുന്നത്, മോശയുടെ കാലഘട്ടം, മോശയുടെ ജനനത്തിൻ്റെ കാലഘട്ടം. അപ്പോൾ അവർ ദൈവത്തിൻ്റെ മുമ്പാകെ തീരുമാനമെടുക്കുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുവാൻ ഒരു മാതാവോ പിതാവോ ആഗ്രഹിക്കാത്ത കാലഘട്ടമായിരുന്നു എന്നതും ചിന്തിക്കേണ്ടതാണ്. രണ്ടാമതായി നമ്മൾ അവരെ കാണുന്നത് സ്തോത്രം ജനിക്കപ്പെട്ട തലമുറ അതൊരാൺ തലമുറയാണെന്ന് അവർക്ക് മനസ്സിലാകുകയും എന്നാൽ 3 മാസം ആ കുഞ്ഞിനെ ഒളിപ്പിക്കുവാൻ കാരണം ശിശു സുന്ദരൻ എന്ന് മലയാളം വേർഷനകത്ത് നമ്മൾ കാണുമ്പോൾ തന്നെ മറ്റു ചില വേർഷനും കൂടെ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ ആംപ്ലിഫൈഡും വേർഷനകത്ത് കിടക്കുന്നത് ദൈവകൃപയുള്ള കുഞ്ഞെന്ന്, NLT വേർഷനിൽ കിടക്കുന്നത് ദൈവം അവർക്ക് കൊടുത്തത് അസാധാരണമായ കുഞ്ഞെന്ന്. അപ്പോൾ അസാധാരണമായ ദൈവകൃപയുള്ള സുന്ദരനായ അല്ലെങ്കിൽ സ്തോത്രം ഒരു പ്രത്യേക സൗന്ദര്യമുള്ള കുഞ്ഞെന്നൊക്കെ പറയുമ്പോൾ ആ മാതാപിതാക്കൾ ഈ കുഞ്ഞിൽ കണ്ട ചിലതാണ് ഈ പകൽക്കാലം എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു മാതാവിനും പിതാവിനും തലമുറകളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അതാണല്ലോ ഈ പകൽക്കാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മോശയുടെ മാതാപിതാക്കൾ തങ്ങളുടെ തലമുറയെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഫറവോന്റെ കൽപ്പനയെ അതിജീവിക്കുവാൻ, അതിനെ ഭയപ്പെടാതിരിക്കുവാൻ പ്രൈസ് ദി ലോർഡ് അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഈ പകൽക്കാലം അറിയുക. പ്രൈസ് ദി ലോർഡ്. അത് പിൽക്കാലങ്ങളിൽ ഹല്ലേലൂയ ഈ അനുഗ്രഹീത തലമുറ തൻ്റെ മാതാപിതാക്കൾക്ക് മാത്രമല്ല ആ ഹല്ലേലൂയ സ്തോത്രം ഇസ്രായേൽ ജനം മുഴുവനും ഒരു വിടുതലിന് കാരണമായി തീർന്നു എന്നതും ഹല്ലേലൂയ ആ തലമുറയെ വളർത്തിയത്, ആ തലമുറയെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൽ വിശ്വസിച്ച് ദൈവം കൊടുത്ത തലമുറയെ ദൈവത്തിന് ഹല്ലേലൂയ സ്തോത്രം ദൈവപ്രവർത്തി ആ കുഞ്ഞിൽ അവർ കണ്ടിട്ട് അവരുടെ തീരുമാനം അനുഗ്രഹമായിരുന്നു എന്നതും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഒരു തലമുറയെക്കുറിച്ച് മാതാപിതാക്കൾക്കുള്ള കാഴ്ചപ്പാടാണ് ഈ പകൽക്കാലം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 66-ാം വാക്യം തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ ഇത് യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പൈതൽ എന്താകുമെന്ന് കേട്ടവർ എല്ലാവരും പറഞ്ഞു. കേട്ട ആളുകൾ യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെക്കുറിച്ച് സ്തോത്രം ആ തലമുറയെക്കുറിച്ച് എന്തായി തീരുമെന്ന് പറയുമ്പോൾ തൻ്റെ ഹല്ലേലൂയ അപ്പനായ സക്കറിയാവ് ഈ കുഞ്ഞിനെ കണ്ടുകൊണ്ട് പറയുന്ന ചില പദങ്ങൾ, നീയോ പൈതലെ അത്യുന്നതനായ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും, കർത്താവിന് വഴിയൊരുക്കുവാൻ സ്തോത്രം നീ അവൻ്റെ മുൻപാകെ നടക്കും. അപ്പോൾ നോക്കണം, ഒരു അപ്പൻ്റെ മകനെ കുറിച്ചുള്ള കാഴ്ചപ്പാടോടെ കാണാം. അത്യുന്നതനായ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവാചകനെന്നും
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മാത്രമല്ല സ്തോത്രം, കർത്താവിന് വഴിയൊരുക്കുവാൻ വന്ന അനുഗ്രഹീത തലമുറയെന്നും ആ തലമുറയെക്കുറിച്ച് സക്കരിയാവിന് വ്യക്തമായ കാഴ്ചപ്പാട്. പ്രൈസ് ലോർഡ്. യോബിൻ്റെ പുസ്തകം 39 അധ്യായം അതിൻ്റെ 13 മുതൽ താഴോട്ടുള്ള വാക്യത്തിൽ യോബിൻ്റെ പുസ്തകം ഏതാണ്ട് 8 വിധ പക്ഷികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 8 വിധ പക്ഷികൾ. അതിലെ ഒട്ടകപ്പക്ഷി എന്നൊരു പക്ഷിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, സ്തോത്രം, തലമുറയെപ്പറ്റി യാതൊരു ചിന്തയുമില്ലാത്ത, ജ്ഞാനമില്ലാത്ത, വിവേകമില്ലാത്ത ഒരു പക്ഷിയെന്ന്. പ്രൈസ് ദി ലോർഡ്. അത് മുട്ടയിടുന്നു, വിരിയുമോ ഇല്ലയോ എന്നതൊന്നും ചിന്തിക്കുന്നില്ല. അത് ശത്രു എടുത്തുകൊണ്ട് പോകുമെന്ന് ചിന്തിക്കുന്നില്ല. അത് തൻ്റെ കുഞ്ഞിനോട് വാത്സല്യം കാണിക്കുന്നില്ല. ഇങ്ങനെ തുടങ്ങി തലമുറയെക്കുറിച്ച് യാതൊരു കാഴ്ചപ്പാടുമില്ലാത്ത ഒരു പക്ഷിയായിട്ട് ഒട്ടകപ്പക്ഷിയെ കാണുവാനായിട്ട് കഴിയുന്നു. യെശയ്യാ പ്രവചനം 38, 39 നമ്മൾ ചേർത്ത് ഒന്ന് പഠിച്ചാൽ, ഹിസ്കിയാവിന്, യഹൂദ രാജാവ് ഹിസ്കിയാവിന് മാരകമായൊരു രോഗം പിടിക്കുന്നു. ആ രോഗം അതികഠിനമാകുന്നു. യെശയ്യാവ് ചെന്ന് ഹിസ്കിയാവിനോട് പറയുന്നു, ഈ രോഗത്തിൽ നീ മരിച്ചു പോകും, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക. എന്നാൽ ഹിസ്കിയാവ് ദൈവത്തോട് കരയുന്നു. ആ കരച്ചിൽ ദൈവം കേട്ട് ഹിസ്കിയാവിന് വലിയൊരു വിടുതൽ കൊടുക്കുന്നതാണ് 38 അധ്യായം. 39 അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, സ്തോത്രം, ആ കാലത്ത് സ്തോത്രം ബാബേൽ രാജാവ് ഹിസ്കിയാവിന് ആ സ്തോത്രം രോഗം, ഹല്ലേലൂയ, സ്തോത്രം, മാറിയെന്ന് അറിഞ്ഞിട്ട് അവൻ ചില സമ്മാനങ്ങളും എഴുത്തും ഒക്കെ കൊടുത്ത് ഹിസ്കിയാവിൻ്റെ അടുക്കിലേക്ക് ആളയക്കുന്നതായിട്ട് കാണുന്നു. ആ സന്തോഷത്തിൽ ഹിസ്കിയാവ് തൻ്റെ രാജധാനിയിലുള്ള സകല നന്മകളെയും ഈ ബാബേൽ രാജാവിൻ്റെ സ്തോത്രം ആളുകളെ കാണിക്കുന്നത് സ്തോത്രം 39 അധ്യായത്തിൽ കാണാം. അങ്ങനെ യെശയ്യാവ് ഹിസ്കിയാവിൻ്റെ അടുക്കൽ വീണ്ടും വരുന്നു. വീണ്ടും വന്നിട്ട് 39 സ്തോത്രം 4 വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, അവർ നിന്റെ രാജധാനിയിൽ എന്തെല്ലാം കണ്ടു എന്ന് ചോദിച്ചത് ഹിസ്കിയാവ്, എൻ്റെ രാജധാനിയിൽ ഉള്ളതൊക്കെയും അവർ കണ്ടു. എൻ്റെ ഭണ്ഡാരത്തിൽ ഞാൻ അവരെ കാണിക്കാത്ത ഒരു വസ്തുവുമില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ യെശയ്യാവ് ഹിസ്കിയാവിനോട് പറഞ്ഞത്, സൈന്യങ്ങളുടെ യഹോവയുടെ വചനം കേട്ടുകൊള്ളുക. നിന്റെ രാജധാനിയിലുള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്നു വരെ ശേഖരിച്ചിട്ടുള്ളതും വെച്ചിട്ടുള്ളതും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ടു പോകുന്ന കാലം വരുന്നു. നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിന്റെ പുത്രന്മാരെ ചിലരെ അവർ കൊണ്ടുപോകും. അവർ ബാബേൽ രാജാവിൻ്റെ രാജധാനിയിൽ ഷണ്ഡന്മാരായിരിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതിന് ഹിസ്കിയാവ് യെശയ്യാവോട്, നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം നല്ലത് എന്ന് പറഞ്ഞു. എങ്കിലും എൻ്റെ ജീവകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ എന്നും അവൻ പറഞ്ഞു. ദൈവമക്കളെ, സ്തോത്രം, നമ്മുടെ ചിന്ത തലമുറകളെക്കുറിച്ച് കാഴ്ചപ്പാടുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. നോക്കണം, സ്തോത്രം, നമ്മൾ ആദ്യം ചിന്തിച്ചത് മോശയുടെ മാതാപിതാക്കളെ കുറിച്ച്. അവിടെ നമ്മൾ കണ്ടത്, സ്തോത്രം, അവർ ഫറവോന്റെ കൽപ്പനയെ ഭയപ്പെടാതെ ആ തലമുറയെ കാക്കുവാൻ, അതിനെ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അവർക്ക് ആ കുഞ്ഞിനെ, സ്തോത്രം, വളർത്തുവാൻ അവർ ആഗ്രഹിച്ചു എന്നുള്ളത്. അതൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവർ ചെയ്തു. 3 മാസം ഒളിപ്പിച്ചു. പിന്നീട് കീയിൽ കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കി നൈൽ നദിയിൽ ഒഴുക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നു. അതൊക്കെ ഹല്ലേലൂയ, സ്തോത്രം, ഇസ്രായേലിന്റെ വിടുതലിന്റെ കാരണമായി ഭവിക്കുവാനിടയായി തീർന്നു. അവരുടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. അതിനുശേഷമായിട്ട് നമ്മൾ ചിന്തിച്ചത്, സ്തോത്രം, യോഹന്നാൻ സ്നാപകന്റെ പിതാവ് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞ കാഴ്ചപ്പാടിനെ കുറിച്ച്, അവൻ ഒരു പ്രവാചകനാകുമെന്നും കർത്താവിൻ്റെ വഴിയൊരുക്കുമെന്നുമുള്ള കാഴ്ചപ്പാടായ ഒരു മനുഷ്യനെ കുറിച്ച് വിളിച്ചു. അതിനുശേഷമായിട്ട് ഒരു പക്ഷിയെക്കുറിച്ച്, ഒട്ടകപ്പക്ഷിയെക്കുറിച്ച് പറഞ്ഞു. ഒരു കാഴ്ചപ്പാടും തലമുറയെക്കുറിച്ചില്ലാത്ത ഒരു പക്ഷി. ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഹിസ്കിയാവിനെ കുറിച്ചാണ്. ഹിസ്കിയാവ് 38 അധ്യായത്തിൽ തൻ്റെ വ്യക്തിപരമായ രോഗത്തിൽ കഷ്ടപ്പെട്ട്, സ്തോത്രം, മരണത്തോടടുക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി കരഞ്ഞ് തൻ്റെ പാപത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവമേ, ഞാൻ നിനക്ക് വേണ്ടി നന്മ ചെയ്തു, നിന്റെ മുമ്പിൽ ഏകാഗ്രതയോടെ നടന്നു എന്നൊക്കെ കരയുന്ന, നിലവിളിക്കുന്ന, സഹതപിക്കുന്ന, ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന ഒരു ഹിസ്കിയാവിനെ കാണാം. അപ്പോൾ പ്രവാചകനായ യെശയ്യാവ്, സ്തോത്രം, ഹല്ലേലൂയ, ഗ്രഹകാര്യ ക്രമത്തിലാക്കാം, മരിക്കുമെന്ന് പറഞ്ഞ ഹിസ്കിയാവിനോട്, ഹല്ലേലൂയ, നിന്റെ ആയുസ്സിന്, ഹല്ലേലൂയ, സ്തോത്രം, സംവത്സരങ്ങൾ കൂട്ടിക്കൊടുക്കുമെന്ന് പറഞ്ഞ് അനുഗ്രഹീത ദൂത് കൊടുക്കുന്ന ഒരു അനുഗ്രഹീത അധ്യായമാണ് 38 അധ്യായം. എന്നാൽ 39 അധ്യായമാണ് നമ്മൾ വീണ്ടും വായിച്ചത്. ഇവിടെ
അവിടെ വന്നിട്ട് സ്തോത്രം ഹല്ലേലൂയ വീണ്ടും ചില ദൂതുകളെ ചെയ്യാൻ പറയുകയാണ്. ആ പറയുന്ന ദൂത് എന്താണെന്നറിയാമോ? സ്തോത്രം അവൻ ചെയ്തൊരു തെറ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ബാബേൽ രാജാവിൻ്റെ ഹല്ലേലൂയ അടുക്കൽ നിന്ന് വന്ന ആളുകളെ തൻ്റെ ഭണ്ഡാരങ്ങളിൽ ഉള്ള രാജധാനിയിലുള്ള എല്ലാ വസ്തുക്കളെയും കാണിച്ചതിന് അത് തെറ്റായിപ്പോയി, അത് നീ ചെയ്യരുതായിരുന്നു എന്നത് അവനെ പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ, മാത്രമല്ല നീ ആ തെറ്റ് ചെയ്തതുകൊണ്ട് നിന്റെ തലമുറയെ ബാബേൽ രാജാവ് പിടിച്ചു കൊണ്ടുപോകും, നിന്റെ രാജധാനിയിലുള്ളത് എടുത്തു കൊണ്ടുപോകും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് ഹിസ്കിയാവ് എന്താ പറയുന്നത്? അല്ല, എൻ്റെ കാലത്ത് സമാധാനമുണ്ടാകുമല്ലോ, എൻ്റെ കാലത്ത് ബാബേൽ രാജാവ് വരുത്തില്ലല്ലോ, എൻ്റെ കാലത്ത് ഇതൊന്നും സംഭവിക്കുകയില്ലോ, എൻ്റെ തലമുറയുടെ കാലത്ത് അത് വരുന്നതിനെ കുറിച്ച് അവൻ യാതൊരു ബോധവും അല്ലെങ്കിൽ യാതൊരു രീതിയിലും അത് തടയുവാൻ, താൻ ദൈവത്തോട് ക്ഷമ ചോദിക്കുവാൻ, ദൈവത്തോട് ഇന്നലെ തൻ്റെ രോഗത്തിന് വേണ്ടി കരഞ്ഞതുപോലെ കരയുവാൻ അവൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ സ്തോത്രം ഹല്ലേലൂയ, ഹിസ്കിയാവിന് തലമുറയെക്കുറിച്ച് യാതൊരു ബോധ്യവും അല്ലെങ്കിൽ യാതൊരു കാഴ്ചപ്പാടുമില്ലായിരുന്നു എന്ന് നമ്മളിവിടെ കാണണം. തലമുറയ്ക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടാകുമെന്ന് കണ്ടപ്പോൾ ഹിസ്കിയാവ് ഇന്നലെ കരഞ്ഞതുപോലെ കരയണമായിരുന്നു എന്നതായിരുന്നു സ്തോത്രം ഉപേക്ഷിക്കേണ്ടത്. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവമക്കളെ ഹിസ്കിയാവിനെ പോലെ എൻ്റെ കാലത്ത് വരുത്തില്ലല്ലോ, എൻ്റെ തലമുറയുടെ കാലത്ത് വരുമല്ലോ എന്നോർത്ത് നിസ്സാരവൽക്കരിക്കാതെ, ദൈവമേ ഹല്ലേലൂയ, എൻ്റെ തലമുറയുടെ കാലത്ത് അവരെ പിടിച്ചുകൊണ്ടുപോകാൻ ബാബേൽ വരരുത്, എൻ്റെ തലമുറയുടെ കാലത്ത് ഹല്ലേലൂയ ഭണ്ഡാരത്തിലുള്ളത് കൊണ്ടുപോകാൻ സമ്മതിക്കല്ലേ, ദേവാലയത്തെ തകർത്ത് കളയാൻ ബാബേൽ രാജാവിന് അനുവദിക്കരുത് എന്ന് പറഞ്ഞ് ദൈവസന്നിധി നിലവിളിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തലമുറകളെക്കുറിച്ച് കാഴ്ചപ്പാടുള്ളവരായി തീരണമെന്നത് ഈ പ്രഭാത ധ്യാനത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നോക്ക്, മോശയുടെ മാതാപിതാക്കളായ മിരിയാമും സ്തോത്രം ഹല്ലേലൂയ അമ്രാമും ജാക്കബേദും തൻ്റെ തലമുറയെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടായിരുന്നു. സക്കറിയാവിന് തൻ്റെ തലമുറയെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടായിരുന്നു. തലമുറയെക്കുറിച്ച് കാഴ്ചപ്പാടുള്ളവരായി നമുക്ക് തീരാം. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തലമുറയെ ദൈവസന്നിധിയിൽ നിലനിർത്തുവാൻ നമ്മുടെ പക്കൽ ചെയ്യാൻ പറ്റുന്നതൊക്കെയും ഹല്ലേലൂയ അമ്രാം ജാക്കോബ് ദമ്പതികൾ 3 മാസം ഒളിപ്പിക്കാൻ കഴിഞ്ഞതുപോലെ ചെയ്യാൻ പറ്റുന്നതൊക്കെയും നമുക്ക് ചെയ്യാം. കീൽ തേച്ചൊരു പെട്ടകത്തിനകത്ത് കുഞ്ഞിനെ ഒളിപ്പിച്ച് നൈൽ നദിയിൽ കൊണ്ടുവച്ചതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയുണ്ട്, ഇത് ചെയ്യാം. ബാക്കി ദൈവം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എല്ലാ ഭാഗമൊന്നും നമുക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. വചനം പറഞ്ഞു കൊടുക്കാൻ കഴിയും, പ്രാർത്ഥിക്കുവാൻ കഴിയും, കൂടെ നിർത്തുവാൻ കഴിയും, ഉപദേശിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി മേഖലയുണ്ട് ദൈവമക്കളെ. അതറിയാൻ വയ്യാത്തതല്ല നമ്മുടെ ദൈവത്തിന്. എന്നാൽ ചെയ്യാൻ കഴിയുന്നൊക്കെ ചെയ്യുക, ബാക്കി കർത്താവ് ചെയ്യും. പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, തലമുറയെക്കുറിച്ച് കാഴ്ചപ്പാടുള്ളവരായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഇടയാക്കണമേ. ഞങ്ങളുടെ കാലത്തത് ഉണ്ടാകത്തില്ല എന്നുള്ളതല്ല, ഞങ്ങളുടെ തലമുറയുടെ കാലത്തും ബാബേൽ വന്ന് ഹല്ലേലൂയ ഞങ്ങളുടെ ദേശത്തെ ആക്രമിക്കുവാൻ, ബാബേൽ ദേശത്തെ കീഴടക്കുവാൻ, ഞങ്ങളുടെ തലമുറയെ ബാബേൽ കൊണ്ടുപോകുവാൻ അനുവദിക്കരുതേ കർത്താവേ. അതിനുവേണ്ടി ഇടവിൽ നിൽക്കുവാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ, അതിനുവേണ്ടി പ്രയത്നിക്കുവാൻ, അതിനുവേണ്ടി കർത്താവെ ചിലത് ചെയ്യുവാൻ, ഞങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെയും ചെയ്യുവാൻ ഹല്ലേലൂയ ആമ്രാം ചെയ്തതുപോലെ, ജാക്കോബ് ചെയ്തതുപോലെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ തലമുറയെ ദുഷ്ടൻ പിടിച്ചു കൊണ്ടുപോകല്ലേ, അവൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യരുത്. ഹല്ലേലൂയ. തലമുറകളെ കുറിച്ച് കാഴ്ചപ്പാടുള്ളവരായി ആയിരിക്കാൻ ഈ വചനം കേൾക്കുന്ന ജനങ്ങൾക്കൊക്കെ ഇടയാക്കണമേ. അതേ, അൺയൂഷ്വലായ, അസാധാരണമായ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സൗന്ദര്യമുള്ള, ദൈവത്തിൻ്റെ കൃപയുള്ള ശ്രേഷ്ഠമായ തലമുറകളെയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നുള്ള ഉൾബോധ്യത്തോടെ ആകുവാൻ ഞങ്ങളെ ഇടയാക്കണം. കർത്താവിന് ചെയ്തുകൊണ്ട് സ്തോത്രം. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. ഞങ്ങൾക്ക് ആയോജിച്ച് വെച്ച ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രമിക്കണേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദൈവദിനത്തിൽ തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.